പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനകൾ കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസം തലനാരിടയ്ക്കാണ് കാട്ടാന ആക്രമണത്തിൽ നിന്ന് സ്ത്രീ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോന്നി ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ഇടിക്കുള്ള ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. കല്ലേലി, കുളത്ത്, മൺപ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായിട്ട് നാളുകളായി. നദി നീന്തിക്കയറിയാണ് ആന ജനവാസ മേഖലയിലെത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ജീവന് ഭീഷണിയാകുന്നതും. അവരുടെ വീട്ടിലോട്ടാണ് എൻ്റെ കണ്ണു പോകുന്നത്. കാരണം അവിടെ ആനയുണ്ടല്ലോ, അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുക ആന. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തുവാ സംഭവിച്ചെന്ന്. ഞാൻ എത്ര ശബ്ദത്തിലായി, എങ്ങനെയാ ശബ്ദം ഉയർത്തി ശബ്ദം വെച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ആന അതിനേക്കാൾ ശബ്ദത്തിൽ അലറിക്കൊണ്ട് ആന താഴോട്ട് ചാടി ആന അങ്ങ് പോയി. ഇപ്പോൾ പല പ്രാവശ്യം ഞങ്ങളുടെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ അക്ഷയ വഴി പരാതി കൊടുത്തിട്ടുണ്ട്, DFOയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം കൊണ്ട് ഞാൻ അടൂപ്രാസ് MP സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിട്ടുണ്ട് DFOയ്ക്ക്. പക്ഷെ പറഞ്ഞതല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ല. അതിന്റെ തുടർ നടപടി എന്തായെന്നും നമുക്കറിയത്തില്ല. 2 ദിവസം മുമ്പാണ് മേഖലയിലെ വന്യമൃഗശല്യത്തെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് വാർത്ത നൽകിയത്. മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഓൾ ഇന്ത്യ SC ഡിപ്പാർട്ട്മെന്റ് നാഷണൽ കോർഡിനേറ്ററായ അഡ്വക്കേറ്റ് CV ശാന്തകുമാർ പറഞ്ഞു. ഈ ആനകൾ ഇവിടെ വന്ന് മനുഷ്യന്റെ ജീവനും കാർഷിക വിളകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രവണതകൾ ഉണ്ടായിട്ട് മാസങ്ങളാകുകയാണ്. ഇതിനെതിരെ യാതൊരുവിധമായ കർമ്മ പദ്ധതികൾ ഉണ്ടാകുന്നില്ല. ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അലംഭാവം കാണുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിന് കെടുകാര്യസ്ഥത ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ശാശ്വതമായ അല്ലെങ്കിൽ അടിസ്ഥാനമായ എത്രയും വേഗം ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇനിയും കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.